إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്യാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമാക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന് അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു അവന്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹു പരിപൂർണമായി നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ തിന്മകളെല്ലാം അള്ളാഹു നന്മകളാക്കി മാറ്റിമറിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിം യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിന് തൃപ്തികരമായ രീതിയിൽ എങ്ങനെ യാത്ര ചെയ്യണമെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതൊക്കെ സുന്നത്തുകൾ അവന്റെ യാത്രയിൽ അവന് കൊണ്ടുവരാൻ സാധിക്കുമെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. യാത്ര ഒരു പരീക്ഷണമാണ്. യാത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ ആ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ തന്റെ കുടുംബത്തിലേക്ക് മടങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. യാത്ര പോകുന്ന ഒരുവനെ യാത്ര അയക്കുന്നതും
അവനോട് അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക എന്ന് പറയുന്നതും സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയുണ്ടായി. ഒറ്റയ്ക്കുള്ള യാത്രകൾ, പ്രത്യേകിച്ചും രാത്രി സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കൂടെ രക്തബന്ധുക്കളില്ലാതെ, മഹ്റമില്ലാതെ ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയാണെങ്കിൽ പോലും യാത്ര ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷ്കർഷിക്കുകയുണ്ടായി. വ്യാഴാഴ്ച ദിവസം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രകൾ അധികവും പുറപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം യാത്ര പുറപ്പെടാനായിരുന്നു ഇഷ്ടമെന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴുള്ള ദുആ അത് വളരെയധികം അർത്ഥവത്തായതാണ്. യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ സഹാബാക്കളും ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ പറയുകയും ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാത്രക്കാരന്റെ ദുആക്കിടയിൽ, ദുആക്കും അല്ലാഹുവിനും ഇടയിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല, തീർച്ചയായും അത് അല്ലാഹു സ്വീകരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും. യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദുആ അവൻ പറയുകയാണെങ്കിൽ അവന്റെ യാത്ര അവിടെ നിന്നും പുനരാരംഭിക്കുന്നത് വരെയും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവന് സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. യാത്ര ചെയ്യുമ്പോൾ സംഘമായി യാത്ര ചെയ്യുകയും അത് 3 ആളുകളുണ്ടെങ്കിൽ അതിലൊരാളെ അമീറാക്കുകയും ചെയ്യണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ സംഘമായി യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ചേർന്ന് നിൽക്കുകയും ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കുകയുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, അദ്ദേഹം പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ യഅതി അർ-റജുലു അഹ്ലഹു തുറൂഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് രാത്രി സമയത്ത് തങ്ങളുടെ കുടുംബത്തിന്റെ അടുത്ത്, തങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് വരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വകാന ലാ യത്റുഖു അഹ്ലഹു കാന ലാ യദ്ഖുലു ഇല്ലാ ഗുദുവതൻ ഔ അശിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത് പകൽ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തോ ആയിരുന്നു. യാത്ര കഴിഞ്ഞു വരികയും രാത്രി വീട്ടിലെത്തിച്ചേരുകയും ചെയ്യുകയാണെങ്കിൽ അത് മുൻകൂട്ടി വീട്ടുകാരെ അറിയിക്കുകയും അത്തരത്തിൽ മാത്രം വീട്ടിലേക്ക് വരികയും ചെയ്യണമെന്ന് മുഹദ്ദിസീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫറിൻ ദുഹാ. നബി തങ്ങൾ ഇത്തരത്തിൽ പകൽ സമയത്ത് യാത്രയിൽ നിന്നും മടങ്ങിയെത്തുകയാണെങ്കിൽ ദഖലൽ മസ്ജിദ ഫസല്ല റകഅതൈൻ ഖബല അൻ യജ്ലിസ്. വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലായിരുന്നു പോയിരുന്നത്. ഫസല്ല റകഅതൈൻ ഖബല അൻ യജ്ലിസ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ പ്രവേശിച്ച് അവിടെ ഇരിക്കുന്നതിന് മുമ്പായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. യാത്രയിൽ നിന്നും മടങ്ങി വരുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് യാത്രയിൽ നിന്നും മടങ്ങുന്ന സമയത്ത് അടുത്തുള്ള പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നത് സുന്നത്താണെന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്ക് നമസ്കാരത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്, ജംഉം ഖസ്റും. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രകളിൽ നിർവഹിച്ച് നമുക്ക് കാണിച്ചു തരികയുണ്ടായി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമഅ ബൈന സ്വലാത്തി ഫീ സഫറത്തിൻ സഫറഹാ ഫീ ഗസ്വത്തി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി മക്കയിൽ നിന്നും ഒരുപാട് അകലെയാണ് തബൂക്ക് സ്ഥിതി ചെയ്യുന്നത്.
അവിടേക്ക് ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്യുകയും അവിടെ യുദ്ധത്തിനു വേണ്ടി ഒരുപാട് ദിവസം താമസിക്കുകയും ചെയ്യേണ്ടതായി വന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമസ്കാരം ജംഅ് ചെയ്തതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു തരുന്നുണ്ട്. ഫജമഅ ബൈനൽ ളുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാ, ളുഹ്റിനെയും അസ്റിനെയും ആ രണ്ട് നമസ്കാരങ്ങളുടെ ഏതെങ്കിലും ഒരു സമയത്ത് വെച്ച് ജംഅ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ മഗ്രിബിനെയും ഇശാഇനെയും ഏതെങ്കിലും ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജംഅ് ചെയ്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. വഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 19 യഖ്സുർ, അതുപോലെ ഒരുപാട് സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമസ്കാരം ഖസ്ർ ചെയ്ത് ചുരുക്കി നമസ്കരിക്കാറുണ്ടായിരുന്നു. ളുഹ്റിനെ 4 റക്അത്തുള്ളത് 2 റക്അത്തായിട്ടും, അസ്ർ 4 റക്അത്തുള്ളത് 2 റക്അത്തായിട്ടും, ഇശാഇനെ 2 റക്അത്തുള്ളത് 4 റക്അത്തുള്ളത് 2 റക്അത്തായി ഇങ്ങനെ ഖസ്ർ ചെയ്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഒരു യാത്രയിൽ ഇത് 19 ദിവസം വരെ നീണ്ടു നിന്നു എന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ യാത്രയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ശഅബാൻ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്.